മാവേലി സ്റ്റോർ ഓവർ ദി കൗണ്ടറാണ് വിൽപ്പന. സൂപ്പർ സ്റ്റോറുകൾ നമുക്ക് ഒരു ഉപഭോക്താവിന് കയറി സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന നിലയിലുള്ള ഒരു മാറ്റമാണ്. ഒരു കാലാനുസൃതമായ മാറ്റം എല്ലാ മേഖലയിലും കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ ഭാഗമായി കൺസ്യൂമേഴ്സിന് കൂടുതൽ ഗുണകരമാവുന്ന നിലയിൽ ആണ് ആ ഒരു പദ്ധതി ഇപ്പോൾ കണക്കാക്കി നീങ്ങുന്നത്. ഒപ്പം തന്നെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ ഗവൺമെൻറ് ലക്ഷ്യം വെച്ച് നിർദ്ദേശം നൽകി. അത് ആദ്യത്തെ 100 ദിവസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതും ഇപ്പോൾ നടപ്പിലാക്കി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കൺവീനിയൻസ് സ്റ്റോർ വൈറ്റില ഹബ്ബിൽ, എറണാകുളം വൈറ്റില ഹബ്ബിൽ ആരംഭം കൂടി. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്റ്റോറുകളാണ് സപ്ലൈകോയുടെ. അതെല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ആദ്യഘട്ടമായി ആരംഭം കുറിക്കും. അപ്പം അങ്ങനെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ ആശയങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നടപ്പിലാക്കുക എന്നത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. ഇത് ഒപ്പം തന്നെ ആധുനികവൽക്കരണത്തിൻ്റെയും മോഡേണൈസേഷൻ്റെയും കൂടുതൽ കൃത്യതയോടെ അതുവഴി ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുക. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന നെല്ല് അത് ആ ലോറികളിൽ GPS സംവിധാനം വെക്കുവാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് പാടശേഖരങ്ങളിൽ നിന്ന് മില്ലിലേക്കുള്ള കൺവേയൻസ് പോകുന്ന വാഹനങ്ങളിൽ ഇപ്പോൾ GPS സിസ്റ്റം ഇല്ല. എന്നാൽ മില്ലുകളിൽ നിന്ന് ഈ പറയുന്ന റേഷൻ കടകളിലേക്കുള്ള യാത്രാമധ്യയുള്ള വാഹനങ്ങളിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുമുണ്ട്. ഇതൊരു മിസ്സിംഗ് ലിങ്കാണ്. അതും കൂടി ഉൾപ്പെടുത്തുക എന്നത് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചു വരുന്നു. വരുന്ന സീസൺ ആരംഭിക്കുമ്പോൾ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പാടശേഖരങ്ങളിൽ നിന്ന് എടുക്കുന്ന നെല്ല് എടുത്ത് പോകുന്ന ലോറികളിൽ, അതായത് മില്ലുകളിലേക്ക് പോകുന്ന ലോറികൾ ഇനി GPS സിസ്റ്റം, അപ്പോൾ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. മോഡേണൈസേഷൻ്റെയും ഇതുപോലെയുള്ള പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയുള്ള ഒരു സുതാര്യമായ പൊതുവിതരണ ശൃംഖലയെ പടുത്തുയർത്തുക എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. റേഷൻ കടകളിലും പോയിന്റ് ഓഫ് സെയിൽ മെഷീനോടൊപ്പം തന്നെ വെയിങ് സ്കെയിൽ മെഷീനും കൂടി ഉൾപ്പെടുത്തുകയാണ്. അതിൻ്റെ അന്തിമ നടപടികളിലേക്ക് എത്തി. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യും. അതിൻ്റെ ടെൻഡർ നടപടിയെല്ലാം പൂർത്തിയായി. ഞാൻ സൂചിപ്പിച്ചു വന്നത് അങ്ങനെ വിവിധ തരത്തിലുള്ള ആശയങ്ങൾ ഇന്ന് ഗവൺമെൻറ് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ ഓണക്കാലത്തോട് അനുബന്ധിച്ച് സപ്ലൈകോയുടെ പ്രധാനപ്പെട്ട ട്രേഡ് ഫെയറുകൾ 8-ാം തീയതി ആരംഭം കുറിക്കുകയാണ്. മുഖ്യമന്ത്രി എറണാകുളത്ത് തന്നെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തും. ട്രേഡ് ഫെയർസ് നടത്തുന്നത് കോഴിക്കോടും തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ്. അത് വിപുലമായ നിലയിലുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്ന നിലയിൽ സബ്സിഡി സാധനങ്ങളോടൊപ്പം തന്നെ മറ്റ് പ്രൊഡക്ട്സും മറ്റ് ഔട്ട്ലെറ്റ്സും ഒക്കെ അതിനോടനുബന്ധിച്ച് ഉണ്ടാവും. കോഴിക്കോട് ടൗണിൽ 10-ാം തീയതിയാണ് അതിൻ്റെ തീയതി നിശ്ചയിച്ചിരിക്കുന്ന ആരംഭം കുറിക്കാൻ. അപ്പോൾ അങ്ങനെ ഒപ്പം തന്നെ ഇതിനോടനുബന്ധമായി എല്ലാ ജില്ലകളിലും ഓണ ഫെയറുകൾ പ്രത്യേകമായി നടപ്പിലാക്കും. അത് 12-13 തീയതികളിലായിട്ട് എല്ലാ ജില്ലാ ഫെയറുകളും ഓണത്തോടനുബന്ധിച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന നിയോജകമണ്ഡല ഫെയറുകളും നടപ്പിലാക്കും. അതുവഴി കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലെ അലോട്ട്മെന്റ് ആവശ്യമുള്ള ഉപഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മാസത്തിലും എടുക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ഓണം പ്രമാണിച്ച് സെപ്റ്റംബറിലുള്ള സബ്സിഡി സാധനങ്ങൾ ആവശ്യമുള്ള കൺസ്യൂമറിന് ഓഗസ്റ്റിലും അത് അവെയിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അവൈലബിലിറ്റി മാർക്കറ്റിൽ എത്തിക്കുക എന്നതാണ് അതുവഴി ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ തീർച്ചയായിട്ടും പോകുമ്പോൾ ഓണവിപണിയെ കൂടുതൽ നിയന്ത്രണ വിധേയമായി നിലനിർത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾക്ക് ആശ്വാസം കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലുള്ള പദ്ധതികൾ എന്ന നിലയിലാണ് ഇതിനെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തവണ വന്നിരിക്കുന്നതിൻ്റെ ചില വിഷയങ്ങൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ മഴയുടെ വ്യത്യാസവും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ ക്രോപ്പ് ലോസ് ഒക്കെ ഉണ്ടായി. അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതിൻ്റേതായ പ്രതിസന്ധികൾ വിപണിയിൽ വിലവ്യതിയാനമായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രണ വിധേയമായി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാവേലി സ്റ്റോറുകളിലൂടെയുള്ള വിൽപ്പന വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്.
അവിടെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ സീസണിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ 1,65,000 മെട്രിക് ടൺ അരി വിപണിയിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വഴിയും സപ്ലൈകോ മുഖാന്തരവും ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സെപ്റ്റംബറിൽ ആവശ്യമുള്ള അലോട്ട്മെന്റ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമുക്ക് നേരത്തെ വാങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. OMS സ്കീമിലുള്ള അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ 20 കിലോ വരെ ഒരു കാർഡ് ഉടമയ്ക്ക് എല്ലാ കാർഡ് ഉടമകൾക്കും വാങ്ങാം, സബ്സിഡൈസ് റേറ്റിൽ വാങ്ങാം ഉള്ള നടപടി ലഭ്യമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ റേഷൻ കടകളിലും ഇതേ രീതിയിലുള്ള വിൽപ്പനയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുവഴി തന്നെ കൂടുതൽ ഇപ്പം നീലക്കാർഡുകൾക്ക് 3 കിലോ അധികം അരി ഈ ഓണക്കാലത്ത് വിൽപ്പന നടത്തുന്നുണ്ട്. അതുവഴി നമുക്ക് അതുപോലെ തന്നെ പൊതുവിഭാഗങ്ങൾക്കും അധികം അരി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. AY വിഭാഗത്തിന് സൗജന്യ കിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത് നല്ലൊരു മാക്സിമം ക്വാണ്ടിറ്റി വിപണിയിലേക്ക് എത്തുമ്പോൾ പൊതുവിപണിയെ ആശ്രയിക്കുന്നതിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു മാറി നിൽക്കാനും ജനങ്ങൾക്കൊരു ആശ്വാസം ഈ ഓണക്കാലത്ത് ലഭ്യമാക്കാനും കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. 8-ാം തീയതിയും 10-ാം തീയതിയും ഒക്കെ ആയിട്ട് ട്രേഡ് ഫെയറുകളും ജില്ലാ ഫെയറുകളും ഒക്കെ വളരെ നേരത്തെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ജില്ലാ ഫെയറുകളായിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടി നേരത്തേക്ക് വെച്ചിരിക്കുന്നു. അപ്പം കൂടുതൽ മാർക്കറ്റിൽ സാന്നിധ്യം ഡിപ്പാർട്ട്മെന്റിന്റെ ഗവൺമെന്റിന്റെ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പിന്നെ ഹോർട്ടികോപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് പച്ചക്കറിയുടെ സ്റ്റോളുകളും ഈ ഫെയറുകളോടനുബന്ധിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലേക്കുള്ള ഒരു ക്രമീകരണമാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇല്ല, അതിൻ്റെ അകത്ത് ഇപ്പോൾ ആസ് ഓഫ് നൗ ഇനി 104 കോടി രൂപ ഇപ്പോൾ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ നെല്ല് സംഭരണ ഇനത്തിൽ നമ്മുടെ ഈ ഗവൺമെന്റ് ചുമതല ഏൽക്കുമ്പോൾ 713 കോടി രൂപയായിരുന്നു കർഷകർക്ക് ലഭ്യമാക്കാനുണ്ടായിരുന്നത്, കുടിശ്ശികയായിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് തന്നെ ആ സമയത്ത് സംഭരണം നടക്കുകയായിരുന്നു. അങ്ങനെ ഇനി ഏതാണ്ട് 367 കോടി രൂപയാണ് ലഭ്യമാക്കാനുള്ളത്. അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന 713 കോടി രൂപയും കൊടുത്തു തീർത്തു. അതിനോടനുബന്ധിച്ച് ഈ സംഭരണവും നടക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം സംഭരിച്ച തുകയാണ് കൊടുക്കാനുള്ളത്. അതിൽ 367 കോടി രൂപ ലഭ്യമാക്കാനുള്ളതിൽ 104 കോടി രൂപയുടെ വിതരണം ഇന്ന് ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ബാക്കി തുക വരും ദിവസങ്ങളിൽ തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വേഗതയിൽ ഇത് കൊടുത്തു തീർക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് വന്ന സമയത്താണ് ഈ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായിരുന്നു. ആ പ്രൈമറി സംഘങ്ങൾ രംഗത്തുണ്ടായ സമയത്തുണ്ടായ കുടിശ്ശികയാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതിന്റെ വിതരണവും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അത് ഞങ്ങളത് പൂർണ്ണമായി ആ വിഷയം സെറ്റിൽ ചെയ്ത് അപ്പോൾ തന്നെ അതിൽ ഇടപെട്ട് ലോൺ എമൗണ്ട് എൻഹാൻസ് ചെയ്ത് ഞങ്ങൾ കൊടുത്തു. പാക്സുകൾ ഒഴിവാക്കി സപ്ലൈകോ മുഖാന്തരം തന്നെ അതിന്റെ ലഭ്യതയും ഉറപ്പുവരുത്തി, തുക വിതരണം ചെയ്യുന്ന ഉറപ്പുവരുത്തി. അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള തുകയും അടിയന്തരമായി കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തുക വിതരണം ചെയ്യുന്നതിന് മുറയ്ക്ക് തന്നെ അടുത്ത ഭാഗവും ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാക്കും. അതിനു മുമ്പ് കൊടുത്തു തീർക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഓൾറെഡി അതിനുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആരംഭം കുറിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനയും കാര്യങ്ങളും ഉണ്ട്. കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ എല്ലാ ജില്ലകളിലും രൂപീകരിച്ചുള്ള വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കളക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയും ഉണ്ടാവും. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക സ്ക്വാഡുകൾ ഓൾറെഡി രംഗത്തുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ അവരുടെ പരിശോധന നടന്നു വരികയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാർക്കറ്റിംഗോ ഹോർഡിങ്സോ കണ്ടാൽ കർശനമായ നടപടികൾ അക്കാര്യത്തിൽ എടുക്കും. ഇപ്പോൾ കഴിഞ്ഞ LPG സിലിണ്ടേഴ്സിന്റെ സമയത്ത് തന്നെ അതിന്റെ ക്ഷാമം വന്നപ്പോൾ വളരെ കൃത്യമായ ഒരു ഇന്റർവെൻഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തി. ഏതാണ്ട് 400ഓളം സിലിണ്ടേഴ്സ് അന്നത്തെ സമയത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് വളരെ കർക്കശമായ സമീപനം ഈ ഓണക്കാലത്തും പരിശോധനാ ഘട്ടത്തിലുണ്ടാവും. ആസ് ഓഫ് നൗ ഹോട്ടലുകളിൽ വില പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉപഭോക്തൃകാര്യ വകുപ്പ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും ചെയ്യുന്നത്. അതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാവും. പലതരത്തിൽ അത് വരുന്നുണ്ട്.
ഇല്ല, അതിനകത്ത് പരാതിയുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഇടപെടാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഈ വിലവിവര പട്ടിക കൃത്യമായി പ്രദർശിപ്പിക്കുന്നുണ്ടോ, അവർ തോന്നുംപടി ഇപ്പോൾ ഓരോ കൺസ്യൂമേഴ്സിനും പല പല വിലയ്ക്കാണോ വിൽപ്പന നടത്തുന്നത്, അതില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള പരിശോധന വഴി നടത്തുന്നുണ്ട്. ഈ ഒരു വില ഏകീകരണം എന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. അങ്ങനൊരു സിസ്റ്റം വരണ്ടേ? കാരണം ഈ ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ 12 രൂപയുടെ ചായ 18 രൂപയ്ക്ക് ആക്കിയിട്ടുണ്ട്. പല കടകളിൽ പല രീതിയിലാണ് കൊടുക്കുന്നത്. ബിരിയാണിക്കാണെങ്കിൽ അതേ രീതി വില കൂടുന്നു, പക്ഷെ ഗ്യാസിന് വില കുറഞ്ഞ അവർ വില കുറയ്ക്കാറില്ല. അപ്പൊ അതിനൊരു ഏകീകരണം വേണ്ടേ? ഈ ഒരു കാരണം പറഞ്ഞ് കൂട്ടും, പക്ഷെ പിന്നെ കുറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ഈ അസോസിയേഷൻസും അവരെയൊക്കെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതുവഴി അവർക്കൊരു നിർദ്ദേശം നൽകാം. ഇങ്ങനെയുള്ള ഒരു കൃത്യമായ തോന്നുംപടി ഒരു വില വർധനവ് പാടില്ല എന്ന നിലയിലുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകാൻ ഗവൺമെന്റ് ഉടനെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തു വന്ന ഒരു ആശയമായിരുന്നു അത്. 2014 ഞങ്ങൾ അതിൻ്റെ ഡ്രാഫ്റ്റ് ബില്ല് വരെ റെഡിയാക്കിയതാണ്. പക്ഷെ പിന്നീട് കഴിഞ്ഞ 10 വർഷം അതിനെ സംബന്ധിച്ച്, അതായത് ഹോട്ടൽ വില എങ്ങനെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ആ സമയത്ത് പിന്നീട് ഗവൺമെൻറ് മാറി 2016 പിന്നീട് കഴിഞ്ഞ 10 വർഷം അങ്ങനെയുള്ള ഒരു ഇടപെടൽ പിന്നീട് ഉണ്ടായിട്ടില്ല. ഈ പഴയ ആശയം എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നതിനെക്കുറിച്ച് പരിശോധിക്കാമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. അതിലേക്ക് എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കാം. ഇപ്പോൾ നടക്കുന്നത് വിലവിവര പട്ടിക കൃത്യമായി പ്രദർശിപ്പിക്കുന്നുണ്ട്. വിൽപ്പന നടത്തുന്നതിൽ മറ്റു തരത്തിലുള്ള മോശമായ ക്രമീകരണങ്ങൾ ഉണ്ടാവുന്നില്ല എന്നത് ഉറപ്പുവരുത്താൻ കഴിയും. അതാണിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് ചെയ്യുകയും ചെയ്യും. അതെ, അത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലാണ് ഫുഡ് സേഫ്റ്റി വരുന്നത്, സിവിൽ സപ്ലൈസിലല്ല. പക്ഷെ അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ അവരുടെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഉണ്ടാവുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അല്ല, അതിനെ സംബന്ധിച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടർന്നും ഉണ്ടാവും. ചില കാര്യങ്ങളിൽ ഗവൺമെന്റിന് പല കാര്യങ്ങൾ ആലോചിച്ച് എടുക്കേണ്ടതായിട്ട് വരും. അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഏതാ UDF യോഗത്തിൽ നടന്ന കാര്യങ്ങൾ കൺവീനർ പറഞ്ഞല്ലോ. ഇപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറയാൻ കഴിയുന്ന ഒരാളല്ല. അല്ല, കൺവീനറും നേതാക്കളും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിക്കാത്തവരെ എങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, അവർ പറഞ്ഞല്ലോ. കൺവീനറും നേതാക്കളും ഒക്കെ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് കയറി വേറൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യം എങ്ങനെ പറയാൻ പറ്റും? ഞാൻ കണ്ടില്ല. ഇന്ന് രാവിലെ തൊട്ട് നല്ല തിരക്കിലായിരുന്നു. ഏതാ? അല്ല, അത് UDFന്റെ പൊതുവായ നയത്തിനനുസരിച്ച് തന്നെ ആയിരിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. UDFന്റെ നയം അധികം താമസിക്കാതെ പ്രഖ്യാപിക്കും. ആ നയത്തിനൊപ്പം എല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കും. അതാണല്ലോ ടീം UDF. അല്ല, പരിമിതികൾ ധാരാളമുണ്ട്, അത് സത്യമാണല്ലോ. ഒരുപാട് പരിമിതികൾ, ലിമിറ്റ്സും അക്കാര്യത്തിലുണ്ട്. അതിനെ സംബന്ധിച്ച് UDFന്റെ പൊതുവായ തീരുമാനം ഉണ്ടാവും. ഞാനത് പറഞ്ഞല്ലോ, UDFന് പൊതുവായ തീരുമാനം ഉണ്ടാവും. ആ നയത്തിനനുസരിച്ച് മുമ്പോട്ട് പോകും. ഞാനതാ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പരിശോധിച്ച് വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് വരും. അധികം താമസിക്കത്തില്ല, പ്രഖ്യാപനം ഉണ്ടാവും. കൺവീനർക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. മുന്നണിയുടെ അഭിപ്രായം എന്നുള്ളത് വളരെ കൃത്യമായ നിലയിൽ അത് പ്രഖ്യാപിക്കും. അത് ഉടനെ തന്നെ ഉണ്ടാവും. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ് സ്റ്റേറ്റ്മെന്റ്സിന് കണ്ടില്ല. കാണാത്ത കാര്യം എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഏതിനെ കുറിച്ചാണ്? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, UDFന്റെ ഒരു നയം ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഒരു ഏകാഭിപ്രായമായിരിക്കും. ആ ഏകാഭിപ്രായം പ്രഖ്യാപിക്കും. അതിനനുസരിച്ച് മുന്നണി മുമ്പോട്ട് പോകും, ഗവൺമെന്റ് മുമ്പോട്ട് പോകും.
എപ്പോഴേക്കും ഉണ്ടാവും? ഓണക്കാലത്ത് ഒരു ഇഷ്യൂസ് ഉണ്ടാവാത്ത നിലയിൽ ഞാനത് കഴിഞ്ഞ ദിവസം എൻ്റെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു. NIC എൻ്റെ ഒപ്പം തന്നെ എൻ്റെ IT വിങ്ങുകളെല്ലാം ഞാൻ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സമഗ്രമായ മാറ്റം ആ മേഖലയിൽ ആവശ്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 പ്രാവശ്യം ഈ പരാതി വന്നു. കഴിഞ്ഞ 2025-ലും 26 ജനുവരിയിലൊക്കെ ധാരാളം ഇതിൻ്റെ ഇൻസ്റ്റൻസസ് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ രീതിയിലും അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നൽകിയൊരു പ്രാഥമികമായി അവർ നൽകിയൊരു വിവരം വെച്ച് അതിൻ്റെ അപ്ഗ്രഡേഷൻ അനിവാര്യമാണ്. ഓണം കഴിഞ്ഞ് അതിലേക്കുള്ള നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങും. ഓണക്കാലത്ത് മറ്റ് തകരാറുകൾ നെറ്റ്വർക്കിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും വിളിച്ച് വിവിധ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ വോഡാഫോൺ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസിനെയും വിളിച്ച് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും മോണിറ്റർ ചെയ്യാനും സിവിൽ സപ്ലൈസ് കമ്മീഷണർക്കും സിവിൽ സപ്ലൈസ് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ ഉണ്ടാവാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിസ്റ്റം കംപ്ലീറ്റ് അപ്ഗ്രഡേഷൻ ആവശ്യമാണ്. അത് ഓണം കഴിഞ്ഞ് അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. ഞാനത് കൃത്യമായി നോക്കിയിരുന്നു. അതൊരു എഫക്റ്റീവായ നിലയിൽ അത് ഇപ്പോൾ പോകുന്നില്ല. അതിനകത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ എന്നാൽ ആ സ്കീം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് അവർക്ക് കൂടി കുറച്ചുകൂടെ ഒരു വയബിൾ ആവാൻ വേണ്ടിയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ സ്കീം കൊണ്ടുവന്നത്. ആശയം നല്ലതാണ്, പക്ഷേ അതിൻ്റെ പദ്ധതി വേണ്ടത്ര ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ചെറിയ അഴിച്ചുപണികൾ നടത്തി ആ പദ്ധതി കുറച്ചുകൂടെ ഭംഗിയായി കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതിൽ പാസ് ഓഫ് നോ എറണാകുളത്താണ് അതിന് വേണ്ടിയുള്ള പൈലറ്റ്. സെപ്റ്റംബറിൽ അവിടെ തുടങ്ങും. അത് കഴിഞ്ഞ് കാലിക്കറ്റ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങൾ കൊണ്ടുവരും. കൺവീനിയൻസ് സ്റ്റോർ, സപ്ലൈകോയുടെ കൺവീനിയൻസ് സ്റ്റോർ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ, അതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതൊരു മാർക്കറ്റിങ്ങിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, മാവേലി സ്റ്റോർ എന്നുള്ളത് ഇനി സൂപ്പർ സ്റ്റോഴ്സ് ആവുകയാണ്. ഓവർ കൗണ്ടർ വിൽപ്പനയില്ല. നമുക്ക് കയറി വന്ന് സാധനങ്ങൾ വാങ്ങാം. കൺസ്യൂമേഴ്സിൻ്റെ ചിന്തകൾ മാത്രം അല്ലല്ല, ഇതിനു വേണ്ടി മാത്രമേ ഉള്ളൂ. എല്ലാ സ്റ്റോറുകളിലും ഇല്ല. ഈ കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറയുന്നതിൽ മാത്രമേ 24 മണിക്കൂറുള്ളൂ. മാവേലി സ്റ്റോറൊക്കെ പഴയ രീതിയിൽ തന്നെ പോകും. മീൻസ് എല്ലാ ജില്ലയിലും കൊണ്ടുവരും. എല്ലാ ജില്ലയിലും നല്ല എല്ലാ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലേക്കും കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ആദ്യത്തെ ഭാഗം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. തുടക്കം എറണാകുളത്ത് വൈറ്റില ഹബ്ബിൽ സെപ്റ്റംബറിൽ അതിൻ്റെ ആരംഭം കുറിക്കും. അത് 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണത്. കൺവീനിയൻസ് സ്റ്റോഴ്സ് നമുക്ക് FMCG പ്രൊഡക്ട്സ് ഉൾപ്പെടെ എല്ലാം അവിടെ ലഭ്യമാക്കുന്ന നിലയിലാണ് ഉദ്ദേശിക്കുന്നത്. സപ്ലൈകോയ്ക്ക് ഒരു അധിക വരുമാനവും കൂടി കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലാണ് ആ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത്. സപ്ലൈകോയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റണം. ഞാൻ പലപ്പോഴും മാധ്യമങ്ങളോട് അത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അതിൻ്റെ 1600ഓളം ശൃംഖലയുള്ള വലിയ നെറ്റ്വർക്കാണ് സപ്ലൈകോ. അതിന് സ്വയം ലാഭകരമാക്കി എടുക്കാൻ കഴിയും. അതനുസരിച്ച് അതിൻ്റെ വിൽപ്പനയുടെ പദ്ധതികൾക്ക് മാറ്റം വരണം. കൂടുതൽ വിൽപ്പന നടത്താൻ കഴിയണം. പരസ്യ വരുമാനം ഉണ്ടാക്കാൻ കഴിയണം. പക്ഷെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന അധിക ഇൻകം ഉപയോഗിക്കാൻ പോകുന്നത് സബ്സിഡി സാധനങ്ങളിലേക്ക് തന്നെ ആയിരിക്കും. 13 സബ്സിഡി സാധനം കൊടുക്കുന്നത് അതിനു വേണ്ടിയുള്ള ബാക്കപ്പിലായിരിക്കും ഈ പറയുന്ന എല്ലാ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ലാഭം എല്ലാം കൊണ്ടുവരാൻ പോകുന്നത്. ഒരു സ്വയം പര്യാപ്തതയിലേക്ക് മെല്ലെ മെല്ലെ സപ്ലൈകോയെ എത്തിക്കാൻ കഴിയത്തക്ക നിലയിലാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. എന്തോ ഉണ്ട്, ഇപ്പോൾ തന്നെ ഉള്ളവരുണ്ട്. അവർക്ക് കൂടുതൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ അവരെ സമീപിക്കുന്നുണ്ട്. കൂടുതൽ FMCG പ്രൊഡക്ട്സ് കമ്പനികൾ വരാൻ വേണ്ടി. അതും ഇതിൻ്റെ അകത്തുണ്ട്. സ്പേസ് മാർക്കറ്റിംഗ് ഉണ്ട്. സ്പേസ് മാർക്കറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നല്ലൊരു റവന്യൂ ജനറേഷൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ്. അതിനുവേണ്ടിയും ഞാൻ ഈ പറയുന്നതിനകത്ത് അതും ഉൾപ്പെട്ടാണ് വരുന്നത്. അങ്ങനെ വിവിധ പദ്ധതികളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അടുത്തൊരു 1 ഇയറിനുള്ളിൽ എല്ലായിടത്തും എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 വർഷം കൊണ്ട് അത് ആരംഭം കുറിക്കണം. മെട്രോ നഗരങ്ങൾ ആദ്യത്തെ ഫേസിൽ തന്നെ ഉണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വെയിങ് സ്കെയിൽ മെഷീൻ ഈ ഇയറിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പൂർത്തിയാക്കി. ഞാൻ വന്നപ്പോൾ ആദ്യത്തെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ഫയൽ അതായിരുന്നു. വളരെ വേഗതയിൽ തന്നെ ഞാൻ തീരുമാനം എടുത്തു. അത് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് പെൻഡിങ്ങിൽ കിടക്കുമായിരുന്നു. ഞാൻ ആദ്യം തന്നെ വേഗത്തിൽ തീരുമാനം എടുത്തു. അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയായി. എനിക്കൊന്ന് ഈ കലണ്ടർ ഇയറിൽ തന്നെ നമുക്കത് ആരംഭം കുറിക്കാൻ കഴിയും.
എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒഴിവാവും. ഇല്ല, അവർക്ക് കൊടുത്തു. അവർക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്റന്റ് നൽകിയതനുസരിച്ച് ഉള്ള ഗ്രെയിൻസ് സിവിൽ സപ്ലൈസ് വകുപ്പ് അവർക്ക് കൈമാറിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.